Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ ഓണപരീക്ഷയിൽ എന്തായാലും ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യനാ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ പേരെന്ത്? സിമ്പിൾ അല്ലേ മക്കളെ? ആരാടാ നമ്മളെ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഏത്? ആറ്റത്തിൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയാണ് 3 പാർട്ടിക്കിൾസ്? പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. അഥവാ നമ്മുടെ കോഡ് ചോദിച്ചാൽ പെന്നാണ്. അറിയാലോ, ഒരു ആറ്റത്തിലെ പാർട്ടിക്കിൾസ് ചോദിച്ചാൽ കണങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ പെന്നാണ്. പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. ഇതിന്റെ ചാർജ് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. ഇനി ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ചാർജ് ആണ്. ന്യൂട്രൽ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ചാർജ് ആണ്, അഥവാ ചാർജ് ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്താന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. ഉത്തരം കിട്ടിയല്ലോ. 3ഉം ഇപ്പോൾ തന്നെ പഠിച്ചു. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ന്യൂട്രോണിന്റെ ചാർജ് ന്യൂട്രൽ ആണ്, അഥവാ ചാർജ് ലെസ് ആണ്, ചാർജ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ ആറ്റം ആർ നോൺ ആസ് എന്താ പറയടാ? ഇലക്ട്രോൺ എന്ന് പറയുന്നു. ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആക്കി വെച്ചോണ്ട് ഡൺ ആണല്ലോ. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോളി. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടെത്താൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇന്ന മക്കൾ മനസ്സിലാക്കണം. ക്ലോറിൻ ആയിക്കോട്ടെ, വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, 2 നമ്പേഴ്സ് ഉള്ളത്. ഒന്നിവിടെ 17 ഉണ്ട്, മേളിൽ 35 ഉണ്ട്. ഇങ്ങനെ കണ്ടാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്തോ ആയിക്കോട്ടെ. ഇവിടെ ക്ലോറിൻ 17, 35, മുകളിൽ മാസ് നമ്പർ. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? മുകളിൽ മാസ് നമ്പർ. അപ്പൊ ഈ മുകളിലത്തെ നമ്പർ ഏതാവും? മാസ് നമ്പർ ആവും. മുകളിൽ മാസ് നമ്പർ ആണ് സർ. അങ്ങനെയാണെങ്കിൽ താഴത്തെ നമ്പർ ഏതാ വരുള്ളൂ? ആറ്റോമിക് നമ്പറേ വരുള്ളൂ. താഴെ ആറ്റോമിക് നമ്പർ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലായിക്കോളി. ആറ്റോമിക് നമ്പറിലേറെ വലുതാവും എന്ത് നമ്പർ? മാസ് നമ്പർ. അപ്പൊ മുകളിൽ മാസ് നമ്പർ, താഴെ ആറ്റോമിക് നമ്പർ. അപ്പൊ ആറ്റോമിക് നമ്പർ ചോദിച്ചാൽ 17 ആണ്, മാസ് നമ്പർ ചോദിച്ചാൽ 35 സെറ്റ് അല്ലേ? ഇവിടുന്ന് 2 മാർക്ക് എന്തായാലും കിട്ടൂല. ക്രിസ്റ്റൽ സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. the isotope carbon are carbon 12. എവിടെ? കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 6 ആണ്. ഹിന്റ് തന്നിട്ടുണ്ട്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. ഇത്രയും കാര്യങ്ങളെ ക്വസ്റ്റ്യനിലുള്ളൂ. അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈച്ച് കാർബൺ അബൌട്ട് ഐസോട്ടോപ്പ്. കാർബണിന്റെ ഐസോട്ടോപ്പിലെ ഓരോരോ ഐസോട്ടോപ്പിലെ പ്രോട്ടോൺ കണ്ടെത്തുക. ഇവിടെ പഠിക്കേണ്ട മക്കളെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോളി. എന്തോ ആയിക്കോട്ടെ, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. ആർക്കറിയോ? ആറ്റോമിക നമ്പറിന്. പഠിച്ചു വെക്കടാ. ആറ്റോമിക നമ്പറിന് തുല്യമാണ്, ഈക്വൽ ആണ് നമ്മളെ പ്രോട്ടോണും ഇലക്ട്രോണും. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കാണാനുള്ള ഇക്വേഷൻ മാസ് നമ്പർ മൈനസ് മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ന്യൂട്രോൺ കാണാൻ ചോദിക്കും. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂട്രോൺ കാണാൻ. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണെന്ന് പറഞ്ഞു. അപ്പൊ കാർബൺ 12ലെ പ്രോട്ടോൺ എത്ര ആവടാ? 6 തന്നെ. കാർബൺ 13ലെ പ്രോട്ടോൺ എത്ര ആവടാ? 6 തന്നെ. സിമ്പിൾ അല്ലേ? അപ്പൊ കാർബൺ 14ലെ പ്രോട്ടോൺ എത്ര തന്നെ ആവടാ? 6 തന്നെ. ആറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് നമ്മളെ പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. ഇവയിലെ ഓരോന്നിലും അടങ്ങുന്ന പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടെത്തുക. 6. കാരണം റീസൺ ചോദിച്ചാൽ ആറ്റോമിക് നമ്പർ 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഐസോട്ടോപ്പുകൾ ഏത് കണങ്ങളുടെ എണ്ണമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരു ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് കണമാണ്, ഏത് പാർട്ടികളാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ ന്യൂട്രോണുകളായിരിക്കും. എന്താടാ? ന്യൂട്രോണുകളായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിരിക്കോട്ടെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാർബൺ 13 ഐസോട്ടോപ്പിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുക. എടാ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ. ഹൗ മെനി ന്യൂട്രോൺസ് ഇൻ ദ ആറ്റം? സിമ്പിൾ ആയിട്ട് മക്കളെ മനസ്സിലായിക്കോളെ. ന്യൂട്രോൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറക്കുക. സോ സിമ്പിൾ. അതായത് വലുതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചെറുത് കുറക്കുന്നു. ഇവിടെ ഏറ്റവും വലുത് ഏതാടാ? കാർബണിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞു 6 ആണ്. ഇനി വേറെന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? വേറൊന്നും ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഓക്കെ, കാർബൺ 14 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 ആണ്. കാർബൺ 14 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 14 ആണ്. ഇതിൽ നിന്ന് 14ൽ നിന്ന് 6 കുറച്ചാൽ ഉത്തരം എത്ര വരും? 8 എന്ന് വരും. ന്യൂട്രോൺസ് ഈക്വൽ ടു 8 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. സോ സിമ്പിൾ അല്ലേ? അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാ. ഫോസിലുകളുടെ കാലപ്പഴക്കം, ഏജ് ഓഫ് ഫോസിൽസ് ഏത് ഐസോട്ടോപ്പ് ചോദിച്ചാൽ കാർബൺ 14 ആണ്. കാർബൺ 14 ആണ് ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാ ചോദിച്ചാൽ കാർബൺ 14 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ
അടുത്ത ക്വസ്റ്റ്യൻ ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ദ ആറ്റം എക്സ് ആർ 7 ആണ് ആറ്റോമിക് നമ്പർ, 35 ആണ് മാസ് നമ്പർ. സിമ്പിൾസ് ആർ നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? റെപ്രസെന്റ് ദിസ് ആറ്റം ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ കണ്ടെത്തുക. സിമ്പിൾ അല്ലേ? എക്സ് എന്ന് വരയ്ക്കുന്നു, വലുത് ഏതായിരിക്കും? മാസ് നമ്പർ ആയിരിക്കും. വലുത് മാസ് നമ്പർ. അപ്പൊ ചെറുത് ഏതാടാ? 17 ആണ്. ഇതെന്താ കേരം? ആറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും സെറ്റ് ആയിട്ട് പ്രതീക്ഷിച്ചോളി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ന്യൂട്രോൺസ് ഇസ് റെപ്രസെന്റ് ദ ആറ്റം? ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ എന്താടാ? 35 - 17 അഥവാ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറക്കുക. അങ്ങനെയാണെങ്കിൽ 35 - 17 എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര കിട്ടുക? ന്യൂട്രോൺ = 18 കിട്ടും. സെറ്റ് ആണല്ലോ. ഇനി ഇതിലെ പ്രോട്ടോൺ ചോദിച്ചാൽ 17 തന്നെയാണ്. ഇലക്ട്രോൺ ചോദിച്ചാൽ അതും 17 ആണ്. ആറ്റോമിക് നമ്പർ ചോദിച്ചാലും 17 ആണ്. ഇനി ഡ്രോ ദ ബോർ മോഡൽ. മക്കളെ എന്തായാലും പരീക്ഷയ്ക്ക് 2025 ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ഡ്രോ ദ ബോർ മോഡൽ. ഒരു ബോർ മോഡൽ വരയ്ക്കാൻ ചോദിച്ചിരിക്കും, പേടിക്കണ്ട, എന്തായാലും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ 17 ആണ്. ബോർ മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം ന്യൂക്ലിയസ് കൊടുക്കുന്നു, ന്യൂക്ലിയസിൽ തൊട്ട് താഴെ ഒരു ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, ആവശ്യമെങ്കിൽ നാലാമത്തെ ഷെല്ല് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് എന്തായാലും ഒരു 2 ഇലക്ട്രോണേ പോവുള്ളൂ. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 7, ടോട്ടൽ 17 എന്ന് കിട്ടും. 2, 8, 3, 4, 5, 6, 7, 8. അപ്പൊ 10 ആയി. ഇനി ബാക്കി എത്ര ഉള്ളൂ? 7 ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7. പരിപാടി കഴിഞ്ഞു. ബോർ മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത്? എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ സയന്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? നമ്മൾ പറഞ്ഞു പെൻ RTC എന്ന് ആലോചിച്ചാൽ മതി. പെൻ RTC. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാടാ? സി വെച്ചാൽ ചാഡ്വിക് ആടാ. ചാഡ്വിക്. പരിപാടി കഴിഞ്ഞല്ലോ. ചാഡ്വിക്. ഇത്രയുള്ള സംഭവം. രണ്ടാം ദിവസം എന്താ? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഇമ്പോർട്ടന്റ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ ചോദിച്ചാൽ എന്താടാ? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ. നമ്മളെ ഷമ്മി ഹീറോ എന്ന് പറയുന്ന പോലെ ഈ പടത്തിലെ ഹീറോ നമ്മളെ ഇലക്ട്രോൺ ചേട്ടായിയാണ്. അടുത്ത് എവിടെ? അതാ ഓക്കെ, സെറ്റ്. നമ്മൾ ഇതിൽ ഉത്തരണ്ടല്ലേ? ആരാണ്? ചാഡ്വിക് ആണ് നമ്മളെ ന്യൂട്രോൺ കണ്ടെത്തിയത്. പിന്നെ നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ഇലക്ട്രോൺ ഉള്ളത്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. റെഡി ആണല്ലോ? സിമ്പിൾ. ഇവിടെ AR എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്, ആർഗൺ ആണ്. ആറ്റോമിക് നമ്പർ 18 ആണ്, മാസ് നമ്പർ 14 ആണ്. രണ്ടാൾക്കാരെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. എഴുതി വെച്ചോളി, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ന്യൂട്രോണുകളും പ്രോട്ടോണും കാണാൻ പറയുന്ന ചോദ്യം. ഇങ്ങോട്ട് ഇലക്ട്രോണും പ്രോട്ടോണും ചോദിച്ചിട്ടില്ലെങ്കിലും എന്ത് തന്നെ വന്നാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂട്രോൺ കണ്ടെത്താൻ പറഞ്ഞ. വളരെ സിമ്പിൾ ആയിട്ട് നോക്കുക. ന്യൂട്രോൺ കാണാൻ പ്രോട്ടോൺ ഫസ്റ്റ് കണ്ടെത്തുക. ആർഗൺ ആണ്. ആർഗൺ AR എന്ന് പറഞ്ഞ മക്കളെ ആർഗൺ ആണ്. നമ്മളെ നീ ആരാ, കൃഷ്ണനോ സീതയോ എന്നുള്ളൊരു കാര്യമല്ലോ, ഉത്കൃഷ്ടവാദങ്ങൾ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇതിലേറ്റവും ചെറുത് 18 ആയതുകൊണ്ട് അത് ആറ്റോമിക് നമ്പർ ആണ്, നമുക്കറിയാം. സെറ്റ് ആണല്ലോ. ഈ ആറ്റോമിക് നമ്പറിന് സെയിം ആണ്. സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞ പോലെ സെയിം ആണ് നമ്മളെ പ്രോട്ടോൺ പിന്നെ ഇലക്ട്രോൺ. ഈ രണ്ടാൾക്കാരും സെയിമാ. അപ്പൊ പ്രോട്ടോൺ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയേ വരുള്ളൂ? 18 വരുള്ളൂ. സോ സിമ്പിൾ സർ. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ പ്രോട്ടോൺ കുറക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺ കുറക്കുക. സോ സിമ്പിൾ. മാസ് നമ്പർ എത്രയാണ്? 40 അല്ലേ സർ? 40 എന്ത് കുറക്കുന്നു? 18 കുറക്കുന്നു. ഉത്തരം എത്ര വരും? 22 ന്യൂട്രോൺസ് ഉണ്ട്. എത്ര ന്യൂട്രോൺ ആണാ? 22. 22 ന്യൂട്രോണുകളാണ് മക്കളെ ഉള്ളത്. സെറ്റ് ആണല്ലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഹൗ മെനി ഷെൽസ് ആർ ഓക്യുപൈഡ് ബൈ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെൽസ് ആണ്? ഹൗ മെനി ഷെൽസ് ആണ്? എത്ര ഷെല്ലുകളാണുള്ളത്? അല്ലെങ്കിൽ എത്ര ഷെല്ലുകളാണ് ഇലക്ട്രോൺ നിറച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ടത് എന്നുള്ള ധാരണ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ. ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ ആകെ 18 ആറ്റമേ ഉള്ളൂ. 18 ആറ്റേ ഉള്ളൂ. ഏതൊക്കെ ഷെല്ലാണ് നമുക്കറിയാം? നിങ്ങൾക്ക് ആകെ 4 ഷെല്ലേ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ KLMN ആണ്. അങ്ങനെയാണെങ്കിൽ കെയിൽ എത്ര ആളെ കൊള്ളുള്ളൂ? 2 ആളെ കൊള്ളുള്ളൂ. എല്ലിൽ 8 ആണ്, എമ്മിൽ 18 ആണ്, എന്നിൽ 32 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ ആകെ 18 മിഠായി നമ്മളെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ 18 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇവൻ എങ്ങനെ എഴുതുക? കെയിൽ 2 ആളെ കൊടുത്തു, എല്ലിൽ 8 ആളെ കൊടുത്തു സർ. എമ്മിലോ ബാക്കി 2 + 8 = 10 വന്നില്ലേ?
അല്ലേ? ബാക്കി നമ്മുടെ കയ്യിൽ ആകെ എത്രയേ ഉള്ളൂ? 8 ഉള്ളൂ. 8 തൊട്ടടുത്ത അപ്പുറത്തെ ഷെല്ലിൽ കൊടുത്താൽ 2, 8, 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സെറ്റാ. ഹൗ മെനി ഷെൽസ് എന്ന് ചോദിച്ചാൽ 3 ഷെൽസ് എന്ന് ആൻസർ എഴുതി വെച്ചാൽ 1 മാർക്ക് നമ്മളെ പോക്കറ്റിലിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ ഏതൊക്കെ ഷെൽസ് എന്ന് ചോദിച്ചാൽ KLM ആണ്. ഇനി ഇതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാ ചോദിക്കും, ഏറ്റവും ബാഹ്യതം ഷെല്ല് ഏതാ ചോദിച്ചാൽ നമുക്ക് കിട്ടിയ ഉത്തരത്തിൽ ഏറ്റവും അവസാനത്തെ ഷെല്ല് M ഷെല്ലാണ്. ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ സെറ്റ് ആയിട്ട് ഓർമ്മയിൽ വെച്ചോളി. ഇതെന്തായാലും ചോദിച്ചിരിക്കും പരീക്ഷയ്ക്ക്. റെഡി ആണല്ലോടാ? അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.